അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ജനുവരി 22 2025 ജനുവരി 22, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും. കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയൊക്കെയാണ് അല്ലെ. ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അവരെ പറ്റിക്കുന്ന ചില ഓൺലൈൻ ഷോപ്പുകൾക്കെതിരെ നമ്മൾ മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്പനി ആയിരുന്നു മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവരിൽ നിന്ന് പറ്റിക്കപ്പെട്ട അനുഭവങ്ങൾ ഓൺലൈനിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഉടായ്പിനെ കുറിച്ച് വീഡിയോകൾ ചെയ്യാൻ ആരംഭിക്കുന്നത്. മൂൺ ഗോഡസിന്റെ തട്ടിപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ മുമ്പ് 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അന്ന് നമ്മൾ ചെയ്ത വീഡിയോകളുടെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിരുന്നു. കാരണം അത്രയധികം ആളുകളാണ് അവരവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൂൺ ഗോഡസിന്റെ തനി നിറം അന്ന് ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയതല്ല, ഇനിയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നതാണ്. എന്നാൽ എനിക്ക് തെറ്റി. മൂൺ ഗോഡസിന്റെ തട്ടിപ്പ് ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മദർഹുഡ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഒക്കെയുള്ള ജോസ്മി ജോസഫ് എന്ന് പറഞ്ഞൊരു വ്ളോഗറാണ് ഇത്തവണ പറ്റിക്കപ്പെട്ടതിന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജോസ്മിയുടെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൂൺ ഗോഡസിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 4 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ സെല്ലേഴ്സിൽ ഒന്നാണ് ഈ പറയുന്ന മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. ഇവര് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് മെയിൻ ആയിട്ട് ഇവര് കച്ചവടം നടത്തുന്നത്. ഇവര് നല്ല സക്സസ്ഫുൾ ആയ ഒരു കമ്പനിയാണ് കേട്ടോ. കാരണം ഇവരുടെ ഉടായ്പകളൊക്കെ പുറത്ത് വന്നിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാരണമായി എനിക്ക് തോന്നുന്നത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ പരസ്യം തന്നെയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇവർ പരസ്യത്തിനായി ഉപയോഗിക്കുന്നത്. മോഡലായി വരുന്നത് ഈ കമ്പനിയുടെ ഓണർ തന്നെയാണ്. ഇവരുടെ പരസ്യം കണ്ടാണെങ്കിൽ ആരായാലും ഒരു തവണ ഡ്രസ്സ് ഓർഡർ ചെയ്ത് പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിലും ഈ ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കടയിൽ പോയി തിരക്കേണ്ട, ഓരോന്ന് എടുത്ത് നോക്കി അടങ്ങാറാവണ്ട, ഒരൊറ്റ ക്ലിക്കിൽ വീട്ടിലെ സാധനം. എന്തായാലും ഈ മൂൺ ഗോഡസിനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സാധനം കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിൽ വരുന്ന ഡിലേ ആണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെയാണ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ സൈറ്റിൽ നിന്നും സാധനം വാങ്ങിയ ആളുകൾ അനുഭവമായി പറയുന്നത്. വേറൊന്ന് ക്വാളിറ്റിയെ കുറിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസിലും റീലിലും ഒക്കെ ഒടുക്കത്തെ ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന സാധനം, പക്ഷെ നമ്മുടെ കയ്യിലെത്തുമ്പോൾ സാധനം ഒന്നാന്തരം ചാത്തനായിട്ട് മാറും. ഏകദേശം 1 വർഷം മുമ്പേ ഇതേപോലെ ഒരു തട്ടിപ്പിന്റെ കഥ നമ്മൾ തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു അല്ലെ. അന്നൊരു ചേച്ചി പർച്ചേസ് ചെയ്തത് ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ കിട്ടിയത് പോളിസ്റ്റർ പഴന്തുണി പോലത്തെ ഒരു സാധനം. ഓൾറെഡി 5-6 മാസം വെയിറ്റ് ചെയ്തു. കുറെ പേരുടെ പിന്നാലെ നടന്നിട്ടൊക്കെ ആയിരിക്കും സാധനം കൈ കിട്ടുക. എന്നിട്ട് തുറന്നു നോക്കുമ്പോഴോ 5 പൈസക്ക് ക്വാളിറ്റി ഇല്ലാത്ത തുണിയായിരിക്കും. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആകെ വെറുത്ത് പണ്ടാറടങ്ങി പോകും അല്ലെ. എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് പേർ മാത്രമേ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാറുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇവരുടെ തട്ടിപ്പിനിരയായ ഒരാളാണ് ജോസ്മി. ഇനി നമുക്ക് ജോസ്മിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 2024 ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോകുന്നു. ഇതുവരത്തേക്കും കൈ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ 5-6-7 മാസം ആവുന്നു. പോട്ടെ, അവരുടെ ഒരു നിയമം അനുസരിച്ചിട്ട് അവർ 1 വർഷം എടുക്കുക. അത് ലേറ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ കൊടുത്ത ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി 22 ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് നിൽക്കില്ല. കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ്. ജനുവരി 22 2025 ജനുവരി 22, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റ് നമുക്ക് തരില്ല. ആദ്യമേ പൈസ ഒക്കെ വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരെയും ഇട്ട് വലിപ്പിക്കുന്നതെന്ന് ഓർക്കണം. കസ്റ്റമർ ഒരു സാധനത്തിന് പണം തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞ സമയത്തിന് ഡെലിവറി ചെയ്യുക എന്നത് ഒരു കച്ചവടമാകുമ്പോൾ പാലിക്കേണ്ട ബേസിക് മര്യാദയാണ് അല്ലെ. ആ ഒരു ബേസിക് മര്യാദ പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. നോർമൽ ഡെലിവറി, എക്സ്പ്രസ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് പലവിധ ഡെലിവറി സെറ്റപ്പുകൾ ഇവർക്കുണ്ട്. ഈ എക്സ്പ്രസ് ഡെലിവറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ 2-3 ഇരട്ടിയൊക്കെ കസ്റ്റമർ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് ഡെലിവറി ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റിലുള്ളത്. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ വരുന്ന ലീവുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ മാക്സിമം ഒരു 4 മാസത്തിനുള്ളിലെങ്കിലും പ്രൊഡക്റ്റ് കൈ കിട്ടേണ്ടതാണല്ലോ. എന്നാൽ മൂൺ ഗോഡസിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് 4 മാസമല്ല 1 വർഷം കഴിഞ്ഞാലും പ്രൊഡക്റ്റ് കൈ കിട്ടൂല എന്നതാണ്. 1-2 പേരുടെ അനുഭവം അല്ല ഇതെന്ന് ഓർക്കണം. ഒരു കല്യാണം മുമ്പിൽ കണ്ടാണ് നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ കല്യാണവും കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞും ജനിച്ച് ആ കുഞ്ഞിനെ നൂല് കെട്ടിനോ മാമോദിസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ധരിക്കാൻ പറ്റിയാൽ അതിനൊരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ ജോസ്മിന്റെ കാര്യം തന്നെ നോക്കി. 30 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞ ഐറ്റം ഇപ്പൊ 5 മാസം കഴിഞ്ഞിട്ടും കൈ കിട്ടിയിട്ടില്ല. എന്തൊരു കഷ്ടമാണല്ലേ. പറ്റൂലെങ്കിൽ ഇവർക്ക് നിർത്തിപ്പോയിക്കൂടെ. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ നിൽക്കണം. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ഞാൻ ഇതുവരെ നിങ്ങളെ പറ്റി ഞാൻ ഒരു സംഭവം ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനല്ല.
എന്തുകൊണ്ടാണ് ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് ഈ 4 മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ₹1 നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ₹1 നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും പൊന്നു മക്കളെ കയ്യിലിരിക്കൂല സാധനം കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നോളുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം, അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത്. അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? റെപ്രസെന്റേറ്റീവ് ബിസിയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസെന്റേറ്റീവ് ബിസിയാണ്, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ് ഈ വരുന്നത്. ഇതാണ് മറ്റൊരു പ്രശ്നം. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒന്നുകിൽ അത് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു തരണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. ഇവർ ചത്താനും ഫോൺ എടുക്കൂല, പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റും തരൂല. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു കച്ചവടമൊക്കെ ആവുമ്പോൾ കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണല്ലോ വെപ്പ്. പക്ഷെ ഇവർ കസ്റ്റമേഴ്സിന് പുല്ല് വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ജോസ്മിയുടെ വീഡിയോക്ക് മറുപടി ആയിക്കൊണ്ട് മൂൺ ഗോഡസിന് ഓണർ ആയിട്ടുള്ള പുള്ളിക്കാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് മറുപടി പോലെയല്ല, പക്ഷെ അവരുടെ ഡെലിവറി പോളിസിയെ കുറിച്ച് മറ്റുമൊക്കെ പുള്ളിക്കാർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. മൂൺ ഗോഡസ് പലപ്പോഴും 3 ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിന്റെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമറിന് ഇപ്പോ എന്താ പറയാ, ഒരു പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി, പക്ഷെ ലോ പ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും. കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത് 2 മാസം കൊണ്ട് തീരും, ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും ചെയ്യുക. ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു 10 മണിക്കൂറും 12 മണിക്കൂറിലൊക്കെ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ അത്രയും ബൾക്ക് പീസ് തീരാൻ ടൈം തന്നെ എടുക്കും. അതേപോലെ തന്നെ ക്ലോത്ത് മേക്കിങ്ങിനും ഒക്കെ ആണെങ്കിൽ ടൈം എടുക്കും. അപ്പൊ അതിന് ഓക്കെ, ടൈം എടുത്തോ, എത്ര വേണേലും ടൈം എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ടൈം എടുക്കും എന്നുള്ളത് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്നുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. അല്ലാതെ 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടും പ്രൊഡക്റ്റ് കൊടുക്കാതിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അസല് തെണ്ടിത്തരമാണ്. ലോകത്ത് എവിടെയും ഇല്ല ഇത്രയും ഡിലേ. എപ്പോഴെങ്കിലും പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി എന്നുള്ളവർ മാത്രം നോർമൽ ഡെലിവറി ചൂസ് ചെയ്താൽ മതി എന്നാണ് മാഡം പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നോർമൽ ഡെലിവറിക്ക് നേരെ 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി എന്ന് ഒഴിവാക്കിയിട്ട് എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് എഴുതി വെക്കുകയും കൂടി ചെയ്യണം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇതൊരുമാതിരി ആളെ പറ്റിച്ചിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുവാണ് മാഡം. ഇത്തിരി ഉറപ്പൊക്കെ വേണ്ടേ? എന്തായാലും മാഡം വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് എന്നും വേണേൽ മാത്രം വാങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. എന്തായാലും പിന്നീട് മൂൺ ഗോഡസിന്റെ ഈ വീഡിയോക്ക് മറുപടി ആയിട്ട് ജോസ്മി മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല. സോ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതും കൂടി പറയണമെന്ന് തോന്നി. സോ ജോസ്മിയുടെ ആ വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം. എന്റെ ചാച്ചനും വലിയ ചാച്ചനൊക്കെ അവർ പറയുമായിരുന്നു, നമ്മള് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇപ്പം ₹1 തട്ടിച്ച് നമ്മുടെ അർഹതപ്പെട്ടതല്ലാത്ത ₹1 നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാപം നമ്മളെയല്ല, നമ്മുടെ തലമുറകളും വരും തലമുറകളും അതിന്റെ പിന്നത്തെ തലമുറകളെ ബാധിക്കുക. നമ്മളെ ബാധിക്കത്തില്ല, തലമുറകളോളമാണ്, വരുന്ന തലമുറകളെയാണ് അത് ബാധിക്കാന്ന് പറയാം. അപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴോ ഞാൻ എന്താ ചിന്തിക്കാന്നറിയോ, വരുന്ന തലമുറയ്ക്കെങ്കിലും ആ ഒരു അനുഗ്രഹം കിട്ടട്ടെ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്താൽ, നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടട്ടെ, അല്ലെ ജോനും ജോഡിക്കും ആ ഒരു പുണ്യം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം അയ്യോ അത് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പാപം വരുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ആ പാപം വരുമല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളൊക്കെ എൻ്റെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെ കുറച്ച് നിലവാരമുള്ള അപ്പനും അമ്മയ്ക്കും ജനിച്ചു പോയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത്. ദൈവത്തിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ദൈവം ചുമ്മാതിരിക്കത്തില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരിട്ട് തന്നെ ഇറങ്ങി വന്നോളും, കൊടുക്കേണ്ടത് കൊടുത്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇനി ഇതിനെക്കുറിച്ച് നീട്ടി വലിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റിനോടാണ് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാതിരുന്നത്. ഇതിപ്പോ മൂൺ ഗോഡസിന്റെ ഓണറുടെ കുടുംബത്തെ മൊത്തം പ്രാക്കിയ പോലെ ആയിപ്പോയി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും വരും തലമുറയും ഒക്കെ അതിനുള്ള ശിക്ഷ അനുഭവിക്കും എന്നൊക്കെയാണ് ജോസ്മി പറയുന്നത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, ഇതിനുള്ളത് ദൈവം കൊടുത്തോളും എന്നൊക്കെ പ്രാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അയാളെ കുറിച്ച് പറയാമെന്നല്ലാതെ അയാളുടെ കുടുംബത്തെയും വരും തലമുറയെയും ഒക്കെ ഇതിലേക്ക് വലിച്ചേക്കുന്നത് വളരെ മോശമാണ്. അല്ല, പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.